നമസ്കാരം. ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ വയനാട്ടിലെ പുഞ്ചിരിമട്ടത്ത് ശേഷിക്കുന്ന വീടുകളിൽ താമസം സുരക്ഷിതമല്ലെന്നാണ് ദേശീയ ഭൗമശാസ്ത്ര കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞൻ ജോൺ മത്തായി പറയുന്നത്. എന്നാൽ ചൂരൽമല ഭാഗത്ത് ഭൂരിഭാഗം പ്രദേശവും താമസ യോഗ്യവുമാണ്. ഇനി ഇവിടെ നിർമ്മാണ പ്രവർത്തനം വേണോ എന്ന കാര്യത്തിൽ സർക്കാർ നയപരമായ തീരുമാനം എടുക്കേണ്ടതാണെന്നും ജോൺ മത്തായി പറയുന്നുണ്ട്. പുഞ്ചിരിമറ്റത്ത് നിലവിൽ വീടുകളിരിക്കുന്ന പുഴയോട് ചേർന്നുള്ള ഭാഗം ആപത്കരമാണെന്നും അതിനാൽ സുരക്ഷിത പ്രദേശങ്ങളുടെ പട്ടിക തയ്യാറാക്കുകയും ചെയ്യുന്നുണ്ട്. ദുരന്ത മേഖലയായ പുഞ്ചിരിമറ്റത്ത് പരിശോധന നടത്തിയതിൽ പിന്നെ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ജോൺ മത്തായി. ഉരുൾപൊട്ടിയ മേഖലയിൽ ഉണ്ടായത് ശക്തമായ മഴയായിരുന്നു. 3 ദിവസം കൊണ്ട് 570 മില്ലിമീറ്റർ മഴയാണ് ഉണ്ടായത്. പുഞ്ചിരിമറ്റം മുതൽ ചൂരൽമല വരെ വിദഗ്ധ സംഘം പരിശോധന നടത്തിയിട്ടുണ്ട്. ഇതിനു മുൻപ് 3 തവണ സമാനമായ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട്. നിലവിൽ 8 കിലോമീറ്റർ ദൂരത്തിൽ ദുരന്തമുണ്ടാകാൻ കാരണം ഉരുൾപൊട്ടി സീതമ്മക്കുണ്ടിൽ ഉണ്ടായ താൽക്കാലിക ഡാം പൊട്ടിയൊഴുകിയത് കൊണ്ടാണ്. വനപ്രദേശത്തായതുകൊണ്ട് മരങ്ങൾ കൂടി താഴേക്ക് പതിച്ചത് ദുരന്തത്തിന്റെ ആഘാതം കൂട്ടിയെന്നും ജോൺ മത്തായി പറയുന്നു. ഇപ്പോൾ നടത്തിയ പരിശോധനയുടെ പ്രാഥമിക റിപ്പോർട്ട് 10 ദിവസത്തിനകം നൽകുമെന്നും ജോൺ മത്തായി പറഞ്ഞിട്ടുണ്ട്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന്റെ പ്രഹരശേഷി വർദ്ധിപ്പിച്ചത് ഉരുൾപൊട്ടലിനിടെ ഉണ്ടായ അണക്കെട്ട് പ്രതിഭാസം എന്ന ഡാമിംഗ് ഇഫക്റ്റ് ആണെന്ന് സംസ്ഥാന സർക്കാർ നിയോഗിച്ച വിദഗ്ധ സംഘവും ഇതിനിടെ നിരീക്ഷണം നടത്തിയിട്ടുണ്ട്. മേഖലയിൽ 3 ഉരുൾപൊട്ടലുകളാണ് രാത്രി 12:45 മുതൽ പുലർച്ചെ വരെ ഉണ്ടായത്. ആദ്യത്തെ ഉരുൾപൊട്ടലിൽ ഒലിച്ചു വന്ന ഭീമൻ പാറക്കെട്ടുകളും മരത്തടികളും അടിഞ്ഞുകൂടി പുഞ്ചിരിമറ്റത്തോട് ചേർന്ന അണക്കെട്ട് പോലെയായി. മണിക്കൂറുകൾക്കുള്ളിലുണ്ടായ രണ്ടാമത്തെ ഉരുൾപൊട്ടലിൽ ഈ അണ തകരുകയായിരുന്നു. ഇതോടെ ഉരുളിന്റെ പ്രഹരശേഷി വർദ്ധിച്ചു. ഏകദേശം 8 നില കെട്ടിടത്തിന്റെ ഉയരത്തിൽ വരെ വെള്ളവും ചെളിയും തടികളും പാറക്കല്ലുകളും ഒഴുകി. പരമാവധി 1.5 കിലോമീറ്റർ ദൂരം ഒഴുകിയെത്തി. ശക്തി കുറഞ്ഞത് അവസാനിക്കേണ്ട ഉരുൾപൊട്ടലിന്റെ പ്രഹരശേഷി ഡാമിംഗ് ഇഫക്റ്റ് മൂലം 7 കിലോമീറ്ററിലധികം വ്യാപിക്കുകയാണ് ഉണ്ടായത്. അതിശക്തമായ മഴയാണ് കഴിഞ്ഞ 29-30 തീയതികളിൽ ഉണ്ടായിരുന്നത്. ചെറിയ പ്രദേശത്ത് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പെയ്ത അതിതീവ്ര മഴ ഉരുൾപൊട്ടലിന് കാരണമായെന്നും ഭൗമശാസ്ത്ര പഠന കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞൻ ജോൺ മത്തായി പറഞ്ഞിട്ടുണ്ട്. 2020 ഉരുൾപൊട്ടിയ പുഞ്ചിരിമറ്റത്തെ പ്രദേശത്തോട് ചേർന്നാണ് ഇപ്പോൾ പൊട്ടിയിരിക്കുന്നത്. അതേസമയം പ്രകൃതി ദുരന്തങ്ങളെ മുൻകൂട്ടി പ്രവചിക്കാനും ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകാനും അവയ്ക്കെതിരെ പ്രതിരോധം തീർക്കാനും രാജ്യത്തിന് കഴിയുന്നില്ലെന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കുറ്റപ്പെടുത്തൽ ചർച്ചയായിട്ടുണ്ട്. ഗാഡ്ഗിൽ ഉൾപ്പെടെയുള്ള ശാസ്ത്രജ്ഞരുടെ നിർദ്ദേശങ്ങളും പഠന റിപ്പോർട്ടുകളും ലേവലേശം അംഗീകരിക്കാൻ പിണറായി ഇതുവരെ കൂട്ടാക്കിയിട്ടില്ല. മഴയുടെയും ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ സാധ്യതകൾ സംബന്ധിച്ച ശാസ്ത്രജ്ഞരുടെ മുന്നറിയിപ്പുകൾക്ക് പുല്ലുവില പോലും പിണറായി കൽപ്പിച്ചിട്ടുമില്ല. നന്ദി.